രേണു സുധിയെ നമ്മളെല്ലാവരും അറിയുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞതല്ലേ. അപ്പോൾ കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അയ്യോ പാവ ആ പെൺകുട്ടി ഇനി എങ്ങനെ ജീവിക്കും? കാരണം ഒന്നും സുധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല. രേണുവിനൊക്കെ വീടോ അങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ആ പെൺകുട്ടി ഒരു വിധവ, അവൾ ജീവിക്കട്ടെ, എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ള പോസിറ്റീവോടുകൂടി സപ്പോർട്ട് ചെയ്യുന്നവരും, എന്താണ് ഈ പെൺകുട്ടി കാണിച്ചു കൂട്ടുന്നതെന്ന് നെഗറ്റീവോടുകൂടി ചിന്തിക്കുന്നവരുമാണ് ഇപ്പോൾ കൂടുതലും. പോസിറ്റീവോടുകൂടി ചിന്തിക്കുന്നവർ ആ പെൺകുട്ടിക്ക് ആരും ഒന്നും കൊടുക്കില്ലല്ലോ, എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ തന്നെ താഴെ വന്ന് കമൻറ്റ്, അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾ അവളെ നോക്കുമോ, അവൾക്ക് നിങ്ങൾ കൊടുക്കുമോ എന്നൊക്കെ പറഞ്ഞാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നവർ വരുന്നത്. എന്നാൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ട് സഹിക്കാൻ കഴിയാതെ റിയാക്ഷൻ ചാനലുകാരും പിന്നെ പലരും ഇതുപോലെ കമൻ്റ് ഇടുന്നത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന്. എന്തായാലും രേണുസുധിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ രേണുസുധി ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ രേണുസുധിയുടെ 2 വീഡിയോ ചെയ്തത്, ഒന്ന് ദാസനുമായിട്ട് ഒരു മോശമായ ഒരു കണ്ടാൽ തന്നെ നമുക്ക് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരു ആൽബം കണ്ടപ്പോഴും, രണ്ടാമത് അച്ഛനെ ആ തിരുമേനിയെ ഈ വീടൊക്കെ കൊടുത്തതിന് ശേഷം തിരുമേനിയെയും വീട് വെച്ച് കൊടുത്തവരെയും ഒക്കെ മോശമായ രീതിയിൽ ആ വീട് മോശമാണെന്നും പിന്നെ എന്താ വിഷപ്പാമ്പെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആ തിരുമേനിയൊക്കെ വല്ലാതെ പുച്ഛമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അതെന്തോ കണ്ടു നിൽക്കാൻ തോന്നിയില്ല. ഇങ്ങനെയൊന്നും ഉപകാരം ചെയ്തവരെ പുച്ഛിച്ച് സംസാരിക്കരുത് എന്നൊരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രേണുസുധി കാട്ടിക്കൂട്ടുന്നത്, രേണുസുധിയേക്കാൾ മോശമായി പലരും ചെയ്യുന്നുണ്ട്. ഓരോന്ന് പ്രദർശിപ്പിച്ചും അങ്ങനെയൊക്കെ പലരും ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ രേണുസുധി കൂടുതലും ആൾക്കാരുടെ അടുത്ത് എത്തുന്നുണ്ട്. സഹതാപം കൊണ്ടാണെങ്കിലും അങ്ങനെയൊക്കെ എത്തുമ്പോൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തതിൽ പലരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് രേണുസുധി കാട്ടിക്കൂട്ടുന്ന ഓരോരോ സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങുമ്പോൾ അയ്യോ രേണുസുധി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം സുധിക്ക് ജീവിക്കാൻ വേണ്ടി പല കാര്യങ്ങളുണ്ട്. ഓരോരോ ആൽബങ്ങൾ ചെയ്തിട്ടും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ ഇനാഗ്രേഷനൊക്കെ വിളിച്ചും അങ്ങനെയൊക്കെ ഇപ്പം മോശമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇത്രത്തോളം മോശമായ ഒരു കാര്യം ചെയ്ത് രേണു ജീവിക്കണോ അങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എല്ലാവരും എന്തിനാണ് രേണു ഇങ്ങനെ ചെയ്യുന്നത്. കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല നല്ല രീതിയിൽ അവൾക്ക് സംസാരിക്കാം, പോരാ അതൊന്നും പോരാ, പണം പണം എന്നുള്ള ചിന്ത കൊണ്ടാണെന്ന് തോന്നുന്നു സ്വന്തം ശരീരം കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആരോ ഇവളുടെ ഓരോ മോശം ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കാക്കിയപ്പം അവർക്കെതിരെ കേസ് കൊടുക്കും, എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന്. അഹാന കൃഷ്ണയോടാണ് എല്ലാവരും താരതമ്യം ചെയ്യുന്നത്. അഹാന കൃഷ്ണയ്ക്ക് രേണുസുധിയുടെ അത്ര ആളുകളില്ല കാണാനൊന്നും. പക്ഷേ അഹാന കൃഷ്ണ സ്വന്തം ശരീരം കാണിച്ചിട്ടല്ല ഇതുപോലെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ രേണുസുധി തെറ്റായി ചിന്തിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ ശരീരം കാണിച്ചിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തവരെ എല്ലാവരെയും അതിൽ പിടിച്ചു നിർത്തണം എന്ന് ചിന്തിച്ചതുപോലെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് രേണുസുധിക്ക് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ ചോദിക്കുന്നത്, എല്ലാ പെൺകുട്ടികളും നാളെ ചിന്തിക്കുന്നത് രേണുസുധിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്, രേണുസുധി ഒരു ദിവസം കൊണ്ട് തന്നെ 2 ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തുകൂടാ? നാളെ കോളേജ് ഫീസ് കൊടുക്കാനില്ല, അല്ലെങ്കിൽ നാളെ ഒരു വീടില്ല. അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്ത പോലെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്ന യുവതലമുറ. അപ്പം നമുക്കും ഇതുപോലെ ചെയ്തുകൂടെ? മുഖം കാണിക്കാതെ ഒരു ഇൻസ്റ്റാഗ്രാം ID എടുത്ത് തുടങ്ങിയിട്ട് ഇതുപോലെ നമ്മുടെ സ്വന്തം ശരീരം പലർക്കും കാണിച്ചിട്ട് ഇതുപോലെ പൈസ സമ്പാദിച്ചൂടെ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാവി ഇനി എന്തായിരിക്കും? ഓരോ കുട്ടികളും ഇതുപോലെ ചിന്തിച്ചാൽ, കാരണം ഇപ്പം കാണുമ്പോൾ അവർ തന്നെ സമൂഹത്തിൽ വന്ന് പറയാണ് ഇത്ര പൈസയാണ്, അല്ല ഇത്ര കിട്ടുന്നുണ്ട്, എനിക്കിങ്ങനെയുണ്ട്, എനിക്ക് ഐഫോൺ വാങ്ങാൻ പൈസയുണ്ട്, ഇന്ന് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കും എന്തുകൊണ്ട് അതുപോലെ ആയിക്കൂടാ? അപ്പം നമുക്കും ഇഷ്ടം പോലെ പൈസ കിട്ടില്ലേ എന്ന് ചിന്തിച്ചാൽ പോയില്ലേ? എല്ലാ കുട്ടികളും ഈ ഒരു രീതിയിലോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭാവി എന്തായിരിക്കും? ആ ഒരു ചിന്തയിൽ നമുക്ക് നോക്കുമ്പോൾ രേണുസുധി ചെയ്യുന്നത് വളരെ തെറ്റാണ്. കാരണം എല്ലാവരുടെ മുമ്പിലും രേണുസുധി ഒരു കൂടുതലായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ രേണുസുധി അങ്ങനെ ചെയ്യുന്നു, അപ്പം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കും. അപ്പോൾ തെറ്റ് പറയുമ്പോൾ നമുക്ക് മറുവശത്ത് നോക്കിയാൽ രേണുസുധിയേക്കാൾ മോശമായി ഒരുപാട് ആളുകൾ, നിഷാനമാരും അവരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ടാണ് പലരും കേസ് കൊടുക്കാത്തത്? അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഒരു കേസ് ഇപ്പം നമ്മൾ സൂരജ് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കള്ള് ഷാപ്പിൽ നിന്നുള്ളൊരു വീഡിയോ വന്നപ്പോൾ ഇപ്പോൾ ആരോ ഒരു വക്കീൽ തന്നെ നേരിട്ടാൻ തോന്നുന്നു കേസ് കൊടുത്തിട്ട് സൂരജിന് 50,000 രൂപയാണ് കൊടുക്കാൻ വേണ്ടി വിധി വന്നത്. അപ്പോൾ അതിലെന്തോ കുറച്ച് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. സൂരജ് എന്ന് പറയുന്നൊരു വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രത്തോളം ആളുകളെ സഹായിക്കാൻ പറ്റുമോ, സ്വന്തം ശരീരം കൊണ്ടായാലും പണം കൊണ്ടായാലും ഓരോരുത്തരെയും എത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഓരോരുത്തർക്കും
ജീവിക്കാൻ വേണ്ടി അതൊരു വാടക വീടെടുത്തിട്ടായാലും അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കൊടുത്തിട്ടായാലും അങ്ങനെ സൂരജ് ചെയ്യുന്ന ആ ഒരു സേവനം നമുക്ക് പറയാൻ പോലും പറ്റില്ല. അത്രത്തോളം വലിയൊരു സേവനം ചെയ്യുന്ന സൂരജ് ഇതുപോലെ ഒരു കള്ള് ഷാപ്പിൽ നിന്നുള്ളൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കേസ് കൊടുക്കാൻ ആളുണ്ടായി. അതുപോലെ തന്നെ കേസെടുത്തു, 50,000 രൂപ പിഴ കൊടുത്തു. ഇതൊക്കെ സൂരജിന് വന്നെങ്കിൽ ഈ ദാസൻ, രേണുസുതി, അവളുടെ കൂടെ ഉണ്ടാകുന്ന എല്ലാവരും കൂടെ ഈ കള്ള് ഷാപ്പിൽ വെച്ചിട്ടുണ്ടായ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് അവർ ഈ സൂരജിനെതിരെ കേസ് കൊടുത്തവരാരും ഈ ടീമിനെ കണ്ടിട്ടില്ലേ? അവർക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അവസാനം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളവർ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തോ എടുത്തോ എന്നുള്ളതൊന്നും അറിയില്ല. അവിടെ എടുത്തു എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിന് മുന്നോട്ട് കേസ് എടുത്തെങ്കിൽ അതൊരു നല്ല കാര്യം. മുന്നോട്ട് ജീവിക്കാൻ എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്നൊരു രീതി അത് രേണുസുതിക്ക് വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? കാരണം സൂരജിന് നേരെ വന്നൊരു കേസ് അങ്ങനെ വന്നെങ്കിൽ ഈ രേണുസുതിയും ടീമും കാണിച്ചു കൂട്ടിയത് അതിനേക്കാൾ വളരെ മോശമായി കള്ള് ഷാപ്പിൽ നിന്ന് കള്ള് കുടിക്കുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. അത് കഞ്ഞിവെള്ളമാണെന്ന്. അതെന്തോ ആവട്ടെ, കാണിച്ചത് കള്ള് ഷാപ്പിൽ നിന്ന് അത് കള്ളാണെന്ന് കാണിക്കുക വളരെ മോശമായ രീതിയിൽ ഒരു 2-3 ആണുങ്ങൾ രേണുസുതിയെ പിടിക്കുന്നു, വലിക്കുന്നു, എടുത്തെറിയുന്നു. എന്തൊക്കെ രീതിയിലായിരുന്നു ആ ഒരു റീൽ ഉണ്ടായിരുന്നത്. അതത്ര നല്ലതായിട്ട് നമുക്ക് ആർക്കും കണ്ടവർക്ക് തോന്നിയില്ല. അത് റീലാണോ, അത് ആൽബാണോ, അത് ആൽബത്തിന് വേണ്ടി ചിത്രീകരിച്ചതാണോ, അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. അത് ആൽബത്തിലില്ല, അത് വെറുതെ അവർ റീലെടുത്തതാണെന്നും പറയുന്നുണ്ട്. എന്നാലും അതൊരു മുതിർന്ന ഒരാളാണല്ലോ ദാസൻ, അയാൾക്കെങ്കിലും ഇങ്ങനെ വേണ്ട എന്നൊന്ന് പറയാൻ പോലും തോന്നിയില്ല. അതിനെ ന്യായീകരിക്കുകയാണ് അവരും ചെയ്തത്, പലരും ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഈ പലരും ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. സൂരജ് ചെയ്തപ്പോൾ ആരോ ഒരാൾ കേസ് കൊടുത്തു, സൂരജിന് പിഴ അടക്കേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രേണുസുതിക്കും കൂട്ടർക്കും അത് വേണ്ടല്ലേ, അവർക്കും അത് കിട്ടണമല്ലോ. ഇനിയെങ്കിലും ആരും ഇങ്ങനെയുള്ള കള്ള് ഷാപ്പിൽ പോയി അല്ലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വീഡിയോ എടുത്ത് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുത്. നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ സിനിമ കാണുമ്പം പോലും കള്ളു കുടിക്കുമ്പോഴായാലും സിഗരറ്റ് വലിക്കുമ്പോഴായാലും എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഇത് ഹാനികരമാണെന്നുള്ള ഒരു എഴുത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ യഥേഷ്ടം എല്ലാവരും ഈ റീൽസ് കാണുകയാണ്. പക്ഷേ രേണുസുതി സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ സ്വന്തം ശരീരം കാണിക്കുന്നതിനെതിരെ കേസ് കൊടുത്തു എന്ന് പറയുമ്പോൾ മറു ചോദ്യം, ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഫോണിലോട്ട് വരികയാണ്. ഫേസ്ബുക്ക് തുറന്നാലും എന്ത് തുറന്നു കഴിഞ്ഞാലും നമ്മളെ ഫോണിലോട്ട് വരുവാണ്. അപ്പോൾ എല്ലാം ഇത് ഇല്ലാതാക്കണം, എല്ലാവർക്കെതിരെയും കൊടുക്കണം. അല്ലാതെ രേണുസുതി സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് രേണുസുതിക്കെതിരെ മാത്രം കൊടുക്കാൻ പാടില്ല. കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. രേണുസുതിയെ തന്നെ കുറ്റം പറയാൻ വേണ്ടി 100 നാവുമായി വന്ന നിമിഷ ബിജു, അവളുടെ ഭർത്താവ് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് നമുക്ക് കാണാൻ പോലും പറ്റില്ല. എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് ദൈവമേ? ഇതൊക്കെ പണത്തിന് വേണ്ടിയാണ് ഒരു സ്ത്രീ കാണിക്കുന്നതെന്ന് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. അവർക്ക് തന്നെ മുതിർന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ മുതിർന്ന ഏറ്റവും വലുതിനെയാണ് നമ്മൾ നമ്മുടെ വീടുമ്പിലേക്ക് പടർന്നു പന്തലിച്ച മരം മുറിച്ച് മാറ്റുന്നത് പോലെ ഇവരെയൊക്കെ ആദ്യം ഇല്ലാതാക്കണം. എന്നിട്ട് വേണം നമ്മൾ രേണുസുതിക്ക് എതിരെ പോകേണ്ടത്. രേണുസുതി മാത്രമല്ല ഇത് ചെയ്യുന്നത്. എന്തായാലും രേണുസുതിയും ചെയ്യാൻ പാടില്ല ആരും. ഇതിനൊക്കെ രേണുസുതി ചെയ്യുന്നത് ശരിയെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്ന പലരും പറയുന്നത് കേട്ടു ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നതെന്ന്. ഇങ്ങനെ സ്വന്തം ശരീരം സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് കാണിച്ചു കൊടുത്ത്. രേണുസുതി 150 രൂപയ്ക്കാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 1000-ൽ കൂടുതൽ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള ഓരോ സ്ത്രീകൾ ഇതുപോലെ 300-400 രൂപയ്ക്ക് 1000-അല്ല 2000-നും കൂടുതൽ ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ പെൺകുട്ടികൾ ഓരോരുത്തരും ഇതുപോലെ ചിന്തിച്ചാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഭാവി? പണം ഉണ്ടാക്കാൻ ഇതുപോലെ ഇൻസ്റ്റയിൽ സബ്സ്ക്രൈബ് ചെയ്ത് പലർക്കും ഓരോ ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കാം. നമ്മൾ വിചാരിക്കുന്ന പണം ഒക്കെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആർക്കും ഇതിൽ നിന്നൊരു നിയന്ത്രണം പറ്റില്ല. ഒന്നുകിൽ ഇൻസ്റ്റയിൽ തന്നെ ഇങ്ങനെയുള്ളത് കാണിക്കരുത് എന്നൊരു നിയമം, അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് വരണം. ഇങ്ങനെയുള്ള കാണിക്കാനല്ല. ഇത് എന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കുമല്ലോ ഇൻസ്റ്റ അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൊരു വീഡിയോ ചെയ്താൽ പോലും ചിലപ്പോൾ അതിന് നിയന്ത്രണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചയായി ഇതുപോലെ ശരീരം പ്രദർശിപ്പിച്ച് കാണിക്കുന്നതിന് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇതിലൊന്നും നിയന്ത്രണമില്ല എന്നുള്ളത് എനിക്കറിയുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ ആ നിമിഷ ബൈജുവിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് രേണുസുതിയൊന്നും ഒന്നുമല്ല, നമുക്കത് കണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കും, സ്വന്തം ഭർത്താവാണല്ലോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിലോട്ട് പ്രദർശിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് രേണുസുതിയൊന്നും ഒന്നുമല്ല. ഇവരെയൊക്കെ ആദ്യം ഒതുക്കണം, എന്നിട്ടാണ് രേണുസുതിക്കെതിരെ കേസും കാര്യങ്ങളും ചെയ്യേണ്ടത്. ശരിയല്ലേ?